വെൽക്കം ബാക്ക് ടു എൻജി ആൻഡ് ജെകെ. നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് സൂര്യ 47 മൂവിയുടെ പൂജ വീഡിയോ ആണ്. പൂജ ഗ്ലിംസ് ആണെങ്കിലും പറയാം. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇതിന്റെ എന്താ പറയാ പേരുകളൊക്കെ കണ്ടപ്പോ. അതായത് ഇതിന്റെ ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ ജിത്തു മാധവനാണ്. നമ്മുടെ രോമാഞ്ചം, ആവേശം രണ്ട് മൂവിയിലൂടെ തന്നെ കുറെ സിനിമ ചെയ്ത പോലത്തെ ഫീൽ ഇരുന്ന ഒരു ഡയറക്ടർ അല്ലേ. പിന്നെ ആണെങ്കിൽ മ്യൂസിക് ഡയറക്ടർ സുഷിൻ ശ്യാം ആണ്. പിന്നെ ഇതിനകത്ത് ആക്ടേഴ്സിനെ നോക്കുന്ന സമയത്ത് നസ്രിയ നസ്ലിൻ, അതായത് ഒരു നമ്മൾ ഇതുവരെയും കാണാത്തൊരു കോംബോ അല്ലെ. നസ്രിയ അവരൊക്കെ അഭിനയിക്കുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. ബാക്കി പേര് എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോ പൂജയിൽ വരുന്നയാണോ അഭിനയിക്കുന്നതാണോ അല്ല, അങ്ങനെയല്ല പറയാലോ, പറയാൻ പറ്റില്ലല്ലോ, ചിലപ്പോ അങ്ങനെ ആവാലോ. നസ്രിയ കാരണം ഫഹദിന്റെ ലാസ്റ്റ് പടമായിരുന്നില്ല ആവേശം, അതിൻ്റെ അകത്ത് പ്രൊഡക്ഷനിലൊക്കെ ഉണ്ടായിരുന്നു നസ്രിയ. അപ്പൊ ഇനി അങ്ങനെ എന്തെങ്കിലും ആണോ, അല്ലെങ്കിൽ ഇത് അഭിനയിക്കുന്നുണ്ടോ? കാരണം നസ്രിയ തമിഴിൽ അഭിനയിക്കാറുണ്ട്. അതിന്റെ ഇത് തമിഴ് പടം തന്നെയാണോ എന്നുള്ളതും അതാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഏകദേശം കാസ്റ്റ് നോക്കുന്ന സമയത്ത് സൂര്യൻ മാത്രമാണ് എന്താ പറയാ അവിടുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഏകദേശം ഒരു മലയാളം പടം പോലെയാണ്. ഇവൻ പേര് പോലും ഇട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സൂര്യ 47 എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഏത് പടമാണെന്നുള്ള സംഭവം നമ്മൾ ആണെങ്കിൽ റിസർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല. സംഭവം വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കും ഒന്ന് കാണാൻ തോന്നി. അതായത് ഇതിന്റെ ക്യൂരിയോസിറ്റി ഫാക്ടർ തന്നെയാണ്. കാരണം ജിത്തു മാധവൻ ഡയറക്ടർ, ഞാൻ ഇതിന്റെ ഒരു റൂമർ പോലെ മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു. മലയാളത്തിലോ? അല്ലല്ല, ഡയറക്ടർ വരുന്നുണ്ട് എന്നുള്ളത് കോമ്പിനേഷൻ വരച്ച് ആ സമയത്ത് കുറെ ആൾക്കാരൊക്കെ കമന്റ് അതൊന്നും വരാനൊന്നും സാധ്യത എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പം ഒഫീഷ്യലി അവർ ഇട്ടതുകൊണ്ട് എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്. കാരണം എനിക്കൊന്ന് സൂര്യണ്ണന്റെ ഒരു ഗംഭീര ബോക്സ് ഓഫീസ് തൂക്കിയടി വന്നിട്ട് കുറച്ചായി. പക്ഷെ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു പടം വരാനുണ്ട്. അതിന്റെ നമ്മൾക്ക് അപ്ഡേറ്റ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. കുറെ മിസ്സായിരുന്നു. എന്തോ ഒരു കറുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു പടം വരുന്നുണ്ട്. അതിന്റെ നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ അത് ഗംഭീരമാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിന് ശേഷം ഇനി ഇതൊരു ഗംഭീര പടമാവാൻ നമുക്ക് നോക്കാം. നമുക്ക് തുടങ്ങാം. റെഡി? നല്ല രസമുണ്ടല്ലേ. പാർട്ടിയല്ലേ ഒന്ന് ഉണ്ട്. അപ്പൊ ആക്ടർ തന്നെയാണ്. പേരെഴുതി കാണിച്ചല്ലോ. ആ സ്കോർ നല്ല രസമുണ്ട്. പേരാണോ അഭിനയിക്കുന്ന ആൾക്കാരുടെ പേരുകള്? അതിൽ തന്നെ ഒരു ആവേശം ഉണ്ടല്ലേ. ഷൂട്ട് ബിഗിൻസ്. പക്ഷെ അത് എന്ത് കോമ്പിനേഷൻ ആണ് അല്ലേ. അതായത് എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ തമിഴ് പടം തന്നെ ആയിരിക്കും അല്ലേ. ചിലപ്പോ തമിഴ് തന്നെ ആയിരിക്കും. അത് മാത്രമല്ല നസ്ലിൻ, എന്തായാലും നസ്ലിന്റെ ഫസ്റ്റ് പടമായിരിക്കും ചിലപ്പോൾ തമിഴിലോട്ട് അല്ലെ. ഇതിന് മുന്നേ അഭിനയിച്ചിട്ടില്ല എന്നാണ് വിശ്വാസം. നമുക്കറിയാം കുറെ മൂവീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവൻ മറ്റു ക്രൂസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു തമിഴ് പടം പോലെ തന്നെയാണ് ഉള്ളത്. ചിലപ്പോൾ അദ്ദേഹത്തിന് കുറച്ചായുള്ള ഒരു സംഭവം കിട്ടിയിട്ട് സൂര്യേട്ടന്. ജിത്തു മാധവൻ ഡയറക്ടറിന്റെ ഒരു പ്രത്യേകത വെച്ചാല് നമ്മളെ മലയാള സ്റ്റൈലില് ആ ഒരു ലോജിക്ക് ബേസ് ചെയ്തിട്ട് എടുക്കാനും അറിയാം, തമിഴ് സ്റ്റൈല് സാധനം കൊടുക്കാനും അറിയാം. ഒരു മാസ് എഫക്റ്റ് ഒക്കെ. കാരണം ആവേശത്തിൽ കണ്ടതാണ് അല്ലെ. രോമാഞ്ചം ഒരു ഫൈറ്റ് ഒക്കെ വരുന്ന സമയത്തൊക്കെ അതിൻ്റെ അകത്ത് ഫഹദ് വരുന്ന ആ ഒരു ഫൈറ്റ് ഫാഫ അതിൻ്റെ അകത്ത് ചെയ്യാണ്ടിരിക്കും പോലും നല്ലൊരു മാസ് കിട്ടാറുണ്ട് ചില സമയത്ത്. അങ്ങനെ എടുക്കാൻ അറിയാം ആൾക്ക്. അതിന്റെ കറക്റ്റ് മ്യൂസിക് ഡയറക്ടറിനെയും കൂട്ടിയിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് ആ ഒരു കോമ്പിനേഷൻ, ഡയറക്ട് പ്ലസ് മ്യൂസിക് ഡയറക്ടർ, ആ ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആയിട്ട് ഓൾറെഡി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ 2 മൂവിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് എന്താ പറയാ അദ്ദേഹത്തിന് തന്നെ കൂട്ടിയിരിക്കുന്നത്. എനിക്ക് സുഷിൻ ശ്യാമിനെ നമ്മൾ കുറച്ചായി കേട്ടിട്ട് ഇല്ലേ. ഒരു സമയത്ത് ഫുള്ള് സുഷിൻ ശ്യാമായിരുന്നു. അതിനുശേഷമാണെങ്കിൽ ഇപ്പൊ ഫുൾ ജെക്സ് ബിജോയ് എന്നാണ് ഫുള്ള് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്ന ആ ഒരു ആവേശം സംഭവങ്ങളൊക്കെ ആ ഒരു ടൈമിലൊക്കെ വരെ ഏകദേശം ഉണ്ടായിരുന്നു അല്ലെ. ഫുള്ള് സുഷിൻ ശ്യാം തന്നെയായിരുന്നു. അപ്പൊ അതിനുശേഷമാണെങ്കിൽ ജെക്സ് ബിജോയ് വന്നു. എന്തായാലും വെയിറ്റിംഗ് ഫോർ
ദിസ് മൂവി അപ്ഡേറ്റ്സ് എസ്പെഷ്യലി കാരണം വെച്ചാൽ ഷൂട്ടിംഗ് ബിഗിൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സമയം എടുക്കും വരാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും പക്ഷേ ഇന്നത്തെ കുറച്ച് ചെറിയ ചെറിയ അപ്ഡേറ്റുകളൊക്കെ വന്ന് തുടങ്ങാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ടൈറ്റിലെ സംഭവങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോ ഇത് മലയാളമാണോ തമിഴാണോ എന്നുള്ളതിന് ഇപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ നമുക്ക് കൺഫേം ചെയ്യാം തമിഴായിരിക്കും. കാരണം സൂര്യണ്ണനെ നീ പറഞ്ഞ പോലെ ആ ഒരു ഡബിങ്ങിന്റെ പാർട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ അത് തമിഴായിട്ട് തന്നെ കൺഫേം ചെയ്യാം. നമുക്ക് കൺഫേം ചെയ്യും. ഇനിയിപ്പോ അതല്ലാന്നുണ്ടെങ്കിലും കമന്റിൽ വന്നിട്ട് പറയാം. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അത്രേ ഉള്ളൂ.